തുറന്ന് നേരെ വിട്ട് നമ്മളെ കണ്ണൂർ സിറ്റിയിലേക്കാണ്. നമ്മളെ കേരളത്തിലെ നോമ്പിന് ഇത്ര അടിപൊളി പരിപാടി വേറെ എവിടെ നടക്കുന്നുണ്ടാവൂല കേട്ടോ. പരിപാടി മാത്രല്ല, ഒരുപാട് വെറൈറ്റി ഫുഡ് തന്നെ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കണ്ണൂരും കോഴിക്കോടും ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഫുഡ് വിചാരിച്ച് ഫസ്റ്റ് തന്നെ എത്തിപ്പെട്ടത് ഇതാ ഉപ്പിലിട്ടതിന്റെ മുന്നിലായി. ഫസ്റ്റ് തന്നെ വാങ്ങിപ്പോയത് അരിനെലിക്കായിരുന്നു. കടലൊക്കെ തിന്ന് തീർക്കുന്ന മാതിരി എങ്ങോട്ടാ ഇത് പോയതെന്ന് എനിക്കറിയൂല. ഇതെന്ത് സാധനം, ഇതിന്റെ പേരേ എനിക്കറിയാം. പിന്നെ എന്താണ് കറിയാൻ ചോദിക്കുന്നവരോട് എനിക്ക് തിന്നാൻ മാത്രം അറിയാം. എന്റെ മക്കളെ, പിന്നെ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് മട്ടൻ ഹലീമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് തിന്നുന്നത് കേട്ടോ. അടിപൊളി സാധനം മക്കളെ, ഒരു രസവും ഇല്ല. പുറത്തുനിന്ന് കഴിച്ചവരൊക്കെ അടിപൊളിയാന്ന് കേട്ടോ പറഞ്ഞേ. ഓനോട് അലയും രസമുണ്ടോ ചോദിച്ചപ്പോ ഓന്റെ മുഖം പൊത്തി കളിക്കുന്ന അല്ലേ. പിന്നെ പോയെത്തിയത് ആ പൂക്കള മത്സരത്തിന്റെ റിസൾട്ട് വന്ന പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. ഇതെന്താപ്പത് കഥ അല്ലേ. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഇതാ ഏതോ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടേ. അവിടെ കയറി നോക്കുമ്പോ കോഴി അടിച്ചു പരത്തുന്നവരുണ്ട്, കോഴിക്ക് മസാല തേച്ച് കൊടുക്കുന്നവരുണ്ട്, കോഴിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. എന്തൊക്കെ കാണല്ലേ ഈ ദുനിയാവിൽ ജീവിക്കാണെങ്കിൽ. നമ്മളവിടെ പോയിട്ട് ചപ്പാത്തിയും കുബൂസും പൊറോട്ടയും അതുപോലെ അൽഫാമും ആയിരുന്നു തട്ടിയത് കേട്ടോ. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സാധനം കിട്ടിയത്. പല്ലിന് കമ്പി ടൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പൊറോട്ട തിന്നാണെങ്കിൽ 5 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് തിന്നണമെന്നാ മൂപ്പരാളോട് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അതോ വലിയ സംഭവമായിട്ടാ തോന്നുന്നു. അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ. പിന്നെ വേറൊരുത്തിന് ഇതാ വൈകുന്നേരത്തെ ചായക്ക് ഇതാ വർത്തായി വാരി തിന്നുന്ന പോലെ ഇങ്ങനെ തിന്നോണ്ട് നിക്കാട്ടോ. ഇത് എങ്ങോട്ട് പോകുന്നത്? മിക്കവാറും കറി വന്ന സാധനം ഉണ്ടാവൂല കേട്ടോ കഴിക്കാൻ. വേറൊരുത്തിന് ഇതാ പൊരേന്ന് ഉമ്മ പത്തിരി നുള്ളിട്ട് കൊടുക്കലാന്ന് തോന്നുന്നു. അതുപോലെ നുള്ളിട്ട് വെച്ച് കേട്ടോ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ അൽഫാമിന്റെ ഒരു പീസ് എടുത്തിട്ടില്ലേ, നമ്മളെ കുബൂസിൽ ഇങ്ങനെ മടക്കി ചുരുട്ടി നമ്മളെ കച്ചപ്പിലൊക്കെ മുക്കിയിട്ട് ഒരു അടി ഉണ്ട്. വാവ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പൊറോട്ട അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പൊ പൊറോട്ട ഓർഡർ ചെയ്യാത്തതുകൊണ്ട് കുബൂസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ പൊറോട്ട ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പൊറോട്ട കഴിക്കാം. ഒരുത്തരോട് കുറച്ച് ഗ്രേവി തരുമോ ചോദിച്ചപ്പോ ഓൻ പറഞ്ഞ പാരലാട്ടോ. ഇതിന്റെ രസമല്ലേ, ഞാൻ ഈ ഫുഡ് എന്ത് ചെയ്യാനും. അപ്പൊ നോമ്പ് പറഞ്ഞ വിട്ടുകളി നമ്മളെ കണ്ണൂർ സിറ്റിയിലേക്ക്. അപ്പൊ നാളെ കാണാം.